ആത്യന്തികമായി സമരത്തെ നിഷേധിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കഴിയില്ല. പക്ഷെ സമര രൂപങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ആ കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. പല പഴയ സമരങ്ങളും അത് ആവശ്യമായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ സഖാവിനെ പോലെ ഒരു സമരത്തിന്റെ വലിയൊരു ഭൂതകാലമുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ സമരങ്ങളെ കുറിച്ച് ഇപ്പോൾ സ്വാശ്രയ സമരം കേരളത്തിൽ വളരെ സജീവമായി സ്വാശ്രയ കോളേജുകൾക്കെതിരെ CPM സമരം നടത്തുന്നു. പിന്നീട് പിണറായി വിജയന്റെ മകൾ തന്നെ അമൃതാനന്ദമയിയുടെ സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പഴയ പല സമരങ്ങൾ ഈ പറയുന്ന അതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു, അത് സ്വയം വഞ്ചിക്കുന്നതായിരുന്നു എന്നൊക്കെ പൊതുസമൂഹത്തിനകത്ത് അത്തരം ആശങ്കകൾ നിലവിലുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്കാര്യത്തിൽ ഈ പറയുന്ന സമരങ്ങളുടെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതിന് അതിന്റെ ഫോം, അതിന്റെ രൂപം, അതിന്റെ മെത്തഡോളജി, രീതിശാസ്ത്രം അതൊക്കെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് സ്വയം പുനർവിചിന്തനം നടത്തി പരിഷ്കരിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ നിലയ്ക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. കേരളത്തിലെ ഒരു സ്വാശ്രയ സമരത്തിന്റെ പ്രശ്നം കോൺക്രീറ്റ് ആയിട്ട് ഉന്നയിച്ചുകൊണ്ട് വ്യക്തികൾ സ്വാശ്രയ കോളേജിൽ പോയി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു വ്യക്തി ധാർമ്മികതയുടെ പ്രശ്നം എന്ന നിലക്ക് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ ചുരുക്കുന്നത് എന്താണ് ബൂർഷാ വലതുപക്ഷ നയങ്ങളെ ന്യായീകരിക്കുന്ന ഒന്നായിരിക്കും എന്നും കൂടെ കാണണം. നാട്ടുകാർക്ക് സ്വീകരിക്കാവുന്ന ന്യായമല്ല. കാരണം ഈ സ്വാശ്രയ സമരത്തില് അടികൊണ്ട് കിടന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് നേതാക്കന്മാരുടെ മക്കളൊക്കെ പോയി സ്വാശ്രയത്തിൽ പഠിക്കുമ്പോ അത് വ്യക്തി ധാർമ്മികതയേക്കാൾ വാക്കും പ്രവൃത്തിയും ബന്ധമില്ലാത്ത അധാർമിക ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഒരു അതിനങ്ങനെ പറയാൻ നിങ്ങൾ ബഹളം വെക്കല്ല. ഒരു നമുക്ക് സമയം സംസാരിക്കാൻ നമുക്ക് നിങ്ങളെക്കാൾ തല്ലുകൊണ്ടിട്ടുണ്ട് ഞാൻ. അതല്ല പ്രശ്നം. നമ്മൾ ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് നിലവിലില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണ നയം കൊണ്ടുവരുന്നു. 90-കൾ അതിന്റെ കാലമായിരുന്നു. എന്നിട്ട് ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സമരം ചെയ്തിട്ടും എന്താണ്, സ്റ്റേറ്റ് രാജ്യത്ത് സ്വകാര്യവൽക്കരണവും അൺഎയ്ഡഡ് സ്വാശ്രയ വിദ്യാഭ്യാസവും ഒക്കെ അങ്ങനെ നിയമപരമാക്കി കഴിയുമ്പോൾ വാക്കും പ്രവൃത്തിയും ഒരുപോലെ അതെ വാക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കാപട്യത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം ആ രീതിയിലേക്ക് ചർച്ച പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം വ്യക്തികളുടെ ധാർമ്മികതയല്ല. സ്വാശ്രയ സമരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തിന്റെ സമ്പൂർണമായ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് നടന്ന സമരമാണ്. ആ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ നയപരമായി അതിലെടുത്ത പലരുടെയും മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിച്ചു. അതുകൊണ്ട് ആ സമരം തന്നെ പറയാൻ പറ്റുമോ? ആ സമരം തന്നെ അങ്ങനെ വ്യക്തിപരമായ ഒരു ധാർമ്മികതയുടെ പ്രശ്നമായി അതിനെ ലഘൂകരിച്ച് കാണുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വ്യക്തികളല്ലല്ലോ, സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിലിരുന്ന് പ്രചോദനം തരുന്നവരല്ലേ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ.